IPL ഏറ്റവും അധികം ആരാധകരുള്ള ഒരു ടീം തന്നെയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ്. ഇതുവരെയുള്ള 17 സീസണുകൾ എടുത്താൽ ഒരിക്കൽ മാത്രം കിരീടം നേടിയിട്ടുള്ളൂവെങ്കിലും ആരാധകരുടെ കാര്യത്തിൽ 5 തവണ വീതം ചാമ്പ്യന്മാരായ മുംബൈക്കും ചെന്നൈക്കും അരികിലാണ് റോയൽസിന്റെ ഒരു സ്ഥാനം. ഇതിന് പ്രധാന കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകസ്ഥാനത്ത് നിൽക്കുന്ന സഞ്ജു തന്നെയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികളെല്ലാം തന്നെ വളരെയധികം ആരാധനയോടെയാണ് സഞ്ജുവിനെ കാണുന്നത്. 2021 റോയൽസ് നായകനായി സഞ്ജു വന്നതോടെയാണ് റോയൽസിന്റെ ഗ്രാഫ് ഒരു പിടി മുകളിലേക്ക് ഉയർന്നത്. തൊട്ടടുത്ത വർഷം അദ്ദേഹം റോയൽസിനെ ഫൈനലിൽ എത്തിച്ചതോടെ ആരാധകരുടെ എണ്ണം കുറച്ച് കൂടി. 2022 മുതൽ കഴിഞ്ഞ സീസൺ വരെ സഞ്ജുവിനെ കീഴിൽ റോയൽസ് കസറുക തന്നെ ചെയ്തു. പക്ഷേ ഈ സീസണിൽ ടീമിന്റെ തുടക്കം ഒട്ടും തന്നെ മികച്ചതല്ല. ആദ്യത്തെ 2 കളിയിലും തോറ്റ അവർ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. ഫിറ്റ്നസ് പ്രശ്നം കാരണം ആദ്യ 3 കളിയിലും സഞ്ജു മാറി നിന്നതോടെ ടീമിനെ നയിച്ചുകൊണ്ടിരുന്നത് റിയാൻ പരാഗാണ്. പക്ഷേ മുൻ സീസണുകളിലേതുപോലെ സഞ്ജു അത്ര സന്തോഷവാനും ആത്മവിശ്വാസത്തിലുമല്ല എന്നതാണ് ഇപ്പോൾ ആരാധകർ കണ്ടുപിടിച്ചിരിക്കുന്നത്. മുൻ IPL സീസണുകൾ നോക്കിയാൽ രാജസ്ഥാൻ റോയൽസിന്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്ന, വളരെയധികം പോസിറ്റീവായി എല്ലാത്തിനെയും സമീപിച്ചിരുന്ന സഞ്ജു നമുക്ക് ഈ സീസണിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിൽ ചില മാറ്റങ്ങൾ വളരെയധികം പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. ഒന്നിലും കാര്യമായി ഇടപെടാതെ സഞ്ജു മാറി നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇതോടെ റോയൽസ് ടീമിൽ അദ്ദേഹം ഒതുക്കപ്പെട്ടിരുന്നുവോ എന്ന സംശയവും ഉയർന്നു വരികയാണ്. സോഷ്യൽ മീഡിയയിലും പലരും ഇതേക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സീസണിൽ പുതിയ കോച്ചായി വന്നിട്ടുള്ള മുൻ ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡാണോ ഇതിന് പിന്നിൽ എന്നും എല്ലാവരും സംശയിക്കുന്നു. സഞ്ജുവിനെ സംബന്ധിച്ച് ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. റോയൽസ് ടീമിലേക്ക് മലയാളി താരത്തെ കൊണ്ടുവന്നതും ദ്രാവിഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഞ്ജു നായകസ്ഥാനത്ത് വരെ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷേ 2021 മുതൽ കഴിഞ്ഞ വർഷം വരെ ദ്രാവിഡ് ഇന്ത്യൻ കോച്ചായിരുന്നപ്പോൾ മലയാളി താരത്തിന് വേണ്ടത്ര അവസരം നൽകിയിട്ടില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും. ദ്രാവിഡിന് പകരം ഇപ്പോൾ മുഖ്യ കോച്ചായി ഗൗതം ഗംഭീർ വന്നതോടെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ സമയം തെളിഞ്ഞത്. T20യിൽ അദ്ദേഹത്തിന് തുടരെ അവസരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാൽ ദ്രാവിഡിന്റെ കാലത്ത് കാര്യങ്ങൾ ഇത്രത്തോളം സുഖകരമായിരുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നിട്ടും സഞ്ജുവിനെ അദ്ദേഹം പലപ്പോഴും തഴഞ്ഞുകൊണ്ടിരുന്നു. 2023 ഏകദിന ലോകകപ്പിൽ സഞ്ജുവിന് ഉറപ്പായും ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത്. ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് റെക്കോർഡ് ഗംഭീരമായിരുന്നു. എന്നിട്ടും സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരുവാൻ ദ്രാവിഡ് മുൻകൈ എടുത്തില്ല. പകരം T20 സ്പെഷ്യലിസ്റ്റായ സൂര്യകുമാർ യാദവിനെയാണ് അദ്ദേഹം ടീമിലെടുത്തത്. ഈ നീക്കം വൻ ഫ്ലോപ്പ് ആവുകയും ചെയ്തിരുന്നു.